നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ISL സീസണിനെ നമ്മളൊന്ന് ചുരുക്കത്തിൽ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചുരുക്കി പറയുക എന്ന് പറയാമല്ലോ. 24 കളികളുടെ കാര്യം എത്ര ചുരുക്കിയാലും 2-3 മിനിറ്റ് വരും എന്നറിയാം. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണെ നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റിയ കാര്യം ഇതാണ്: മുംബൈ സിറ്റിയെ തോൽപ്പിക്കുന്നു, ഹൈദരാബാദിനോട് ജയിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഒരു റോളർ കോസ്റ്റർ രൂപത്തിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പോയത്. ഈ സീസൺ വലിയ പ്രതീക്ഷയോടുകൂടി തുടങ്ങിയ സീസണാണ്. എന്നിട്ട് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. പ്ലേ ഓഫ് പോലും കിട്ടിയില്ല. 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. എന്ന് മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സ് ഇടയ്ക്ക് വെച്ച് കോച്ചിനെ സാക്ക് ചെയ്തു. ഡിസംബർ മാസത്തിൽ കോച്ചിനെ സാക്ക് ചെയ്തു. പിന്നെ പുതിയ കോച്ചിനെ കൊണ്ടുവന്നില്ല. ഉള്ള കോച്ചുമാരെ വെച്ച്, അതായത് ടീമിൻ്റെ റിസർവ് ടീമിൻ്റെ കോച്ചായിരുന്നയാളെയും അതുപോലെ അസിസ്റ്റൻ്റ് കോച്ചായിരുന്ന ആളെയും ഒക്കെ വെച്ചുകൊണ്ട് അങ്ങ് സീസൺ കംപ്ലീറ്റ് ചെയ്യുന്നു. ആരാധകർ മാനേജ്മെൻറ്റുമായിട്ട് ഇടയുന്നു. വലിയ പ്രതിഷേധങ്ങൾ കാണുന്നു. സ്റ്റേഡിയത്തിൽ ആളെത്താതെയാവുന്നു. ഇതൊക്കെയാണ് ഈ സീസണിൻ്റെ ബാക്കി പത്രം. അതോടൊപ്പം കളിക്കളത്തിൽ നിന്ന് എന്തുണ്ടായി? കളിക്കളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 24 കളികളിൽ നിന്ന് ആകെ ജയിച്ചത് 8 കളികൾ. 1/3 കളികൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചത്. 5 കളികൾ സമനില, 11 കളികൾ തോറ്റു. 29 പോയിന്റുകളാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയത്. അടിച്ചതിനേക്കാൾ കൂടുതൽ ഗോളുകൾ തിരികെ വാങ്ങി. 33 ഗോളുകൾ അടിച്ചു, 37 ഗോളുകൾ തിരികെ വാങ്ങി. -4 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഡിഫറൻസ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുടെ ചുരുക്കം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് 11 തോൽവികൾ ഒരു സീസണിൽ. ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം തോൽവികളാണ്. മോസ്റ്റ് ലോസസ് ആണ്. അതുപോലെ തന്നെ 37 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് കൺസീഡ് ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോളുകൾ കൺസീഡ് ചെയ്തതാണ്. പിന്നെ കൊച്ചിയിലെ മത്സരത്തിന് 4000 ആൾ പോലും തികയാത്ത അവസ്ഥയുണ്ടായില്ലോ. ISL ചരിത്രത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാൻ ഏറ്റവും കുറഞ്ഞ ക്രൗഡ് എത്തിയ ഒരു സീസൺ കൂടിയാണിത്. അങ്ങനെ എല്ലാം കൊണ്ടും ലോവർ പോയിന്റിൽ ബോട്ടത്തിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ, ഇത് വേസ്റ്റ് എവർ സീസണാണ് എന്നുള്ളത്. ഇതിൽ നിന്ന് തിരികെ വരിക എന്നുള്ളത് കഠിന പ്രയത്നത്തിലൂടെ മാത്രം സാധിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ഈ സീസണിൽ വളരെ കുറഞ്ഞ രൂപത്തിലാണെങ്കിലും ചില ബ്രൈറ്റ് ലൈറ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നോറ ഫെർണാണ്ടസ്. നോറയെ നേരത്തെ ഇറക്കിയിരുന്നെങ്കിൽ എന്താകും എന്നുള്ള ഒരു ചോദ്യം കൂടി സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ടെന്നേ. ഒരു 5-6 പോയിന്റുകൾ കൂടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നേടിയേനെ. അങ്ങനെയെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തീർച്ചയായിട്ടും പ്ലേ ഓഫ് കളിച്ചേനെ എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. കാരണം ഗോൾ കീപ്പിംഗ് എറർ കൊണ്ട് എത്ര മത്സരങ്ങൾ നമുക്ക് പോയിന്റുകൾ നഷ്ടമായിട്ടുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അത് ഇപ്പോൾ സംഭവിക്കുന്നില്ല. സോ നോറയെ അവസാനമാണെങ്കിലും ഇറക്കിയല്ലോ. അതുപോലെ ഹീസസ് ഹിമനസിൻ്റെ കാര്യം എടുത്തു പറയണം. അദ്ദേഹം ഈ സീസണിലെ ഒരു ബ്രൈറ്റ് സ്പോട്ടാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 18 കളികളിൽ നിന്ന് അദ്ദേഹം 11 ഗോളുകൾ അടിച്ചു എന്ന കാര്യം കൂടി നോക്കുക. ഇപ്പോൾ ISL ഈ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയവരുടെ ലിസ്റ്റിൽ അദ്ദേഹം 3ാം സ്ഥാനത്താണ്. അലാദിൻ അയാരി തന്നെയാണ് 1ാം സ്ഥാനത്ത്. 24 കളികളിൽ നിന്ന് 23 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. സുനിൽ ഛേത്രി 2ാമത്, 24 കളികൾ 12 ഗോളുകൾ. ഹീസസ് ഹിമനസ് 18 കളികൾ 11 ഗോളുകളുമായിട്ട് അദ്ദേഹം 3ാം സ്ഥാനത്ത് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ലൂണ ഗോൾ അടിച്ചില്ല. 2023 ഒക്ടോബറിലാണ് അദ്ദേഹം അവസാനമായി ബ്ലാസ്റ്റേഴ്സിനായിട്ട് ഗോൾ അടിച്ചത്. ഇപ്പോൾ ഈ കളിയിൽ അവസാനം കോറുവിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഒരു ടാപ്പിൻ പോലെ ഗോളാക്കാമായിരുന്നു. അതും അദ്ദേഹത്തിന് പിഴച്ചു പുറത്തേക്ക് പോകുന്ന കാഴ്ച. ഈ സീസണിൽ ഒറ്റ ഗോളും അദ്ദേഹത്തിൻ്റെ വകയില്ല. 6 അസിസ്റ്റുകളാണ് ആകെയുള്ളത്. ലൂണയുടെ നിലവാരം വെച്ച് നമ്മൾ പറയുമ്പോൾ അത് വളരെ ആവറേജ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയി പോയി. പക്ഷേ അദ്ദേഹം ചാൻസുകൾ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സീസൺ ISL ഏറ്റവും അധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ഷീൽഡ് ആണെങ്കിൽ 2ാം സ്ഥാനത്ത് അഡ്രിയാൻ ലൂണ. 55 ചാൻസുകളാണ് അഡ്രിയാൻ ലൂണ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർക്കുക. അതോടൊപ്പം തന്നെ ഇപ്പം മൊത്തം നമ്മുടെ ഗോളുകളുടെ ഒക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ISL ആകെ 33 ഗോളുകൾ, 9ാം സ്ഥാനത്താണ്. ISL എല്ലാ ടീമുകളുടെയും ഗോളിൻ്റെ കണക്ക് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് അക്കാര്യത്തിൽ 9ാം സ്ഥാനത്താണ്. ഇനി ക്ലീൻ ഷീറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആകെ നേടാൻ പറ്റിയിട്ടുള്ളത് 5 ക്ലീൻ ഷീറ്റുകളാണ്. ആ കാര്യത്തിൽ 8ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലുള്ളത്.
ഇനി വിജയങ്ങളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. 17 വിജയങ്ങളുമായി MBSG ഒന്നാമത് നിൽക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ആകെയുള്ളത് 8 വിജയങ്ങളാണ്. 8ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ആ കാര്യത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവികളുടെ കണക്ക് 11 തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ സീസണിൽ ഏറ്റവും അധികം തോൽവികൾ ഏറ്റുവാങ്ങിയ ടീമുകളുടെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് നിൽക്കുന്നത് 6ാം സ്ഥാനത്താണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ KBFCയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും ശുഭകരമല്ലാത്ത ഒരു സീസണായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ മാറ്റിമറിച്ച് വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സൂപ്പർ കപ്പിൽ ഒരു സൂപ്പർ പ്രകടനം നടത്തുമ്പോൾ കണ്ടറിയേണ്ടതുണ്ട്. കാരണം എന്തും സംഭവിക്കാം. കണ്ടില്ല നിങ്ങൾ, മുംബൈ സിറ്റി തോൽപ്പിക്കുന്നു, അടുത്ത കളിയിൽ ഹൈദരാബാദിനോട് ജയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തും സംഭവിക്കാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.